ഒരു കൃഷി വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്നത് വെച്ചാൽ കക്കരിക്ക കുക്കുംബർ നട്ടിട്ടുണ്ടായിരുന്നു. അത് പൊടിച്ചിട്ട് ഒന്നിൻ്റെ അകത്ത് കുറേ ഉള്ളത് അത് മാറ്റിയിട്ട് 2-3 ബാഗിലാക്കി നടാൻ വേണ്ടിയിട്ടാണ്. ഇത് കൂടെ പൊടിച്ച് വലുതായി. ഇപ്പോൾ ഇത് കണ്ടില്ല, ഇതേപോലെ ഇതിൻ്റെ അകത്ത് കരിയില നിറച്ച് കണ്ട, ഇതിൽ കരിയില നിറച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇത് വരും കണ്ട, ഇതേപോലെ ഇത് നിറച്ചിട്ട് കരിയിലാണ് നിറച്ചിട്ട് ഇത് എന്താ, ഇതേപോലെ കരിയില നിറക്കുക. നിറച്ചിട്ട് ഇതിനകത്ത് കുറച്ച് ഇതിൻ്റെ മേലത്തെ ചകരിച്ചോറും വളവും എല്ലാം കൂടി ഇട്ടതായി കണ്ടില്ലേ. കരിയില നിറച്ച് ഇതിപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇതിലെ കൂടി ഇങ്ങനെ കരിയില നിറക്കുക. അതിൻ്റെ അകത്ത് കരിയില നിറച്ച് അതിൻ്റെ മേലെ വളവും കൂടി ഈ ബാഗിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതാ എന്താ, എനിക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് പൊരിച്ചിട്ട് 3 പൊരിച്ച് നടാൻ വേണ്ടിയിട്ടാണ്, പറിച്ച് നടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നോക്കും. ഇതല്ലേ ഇതിൻ്റെ അകത്ത് പൊരിക്കട്ടെ. ഇങ്ങനെ തന്നെ പറിച്ചെടുക്കണം, എന്നിട്ട് നടണം. ഇതിൽ വലിയൊരു കുഴിയാക്കുക. ഇങ്ങനെ ഇതിനകത്ത് ഇതായതുകൊണ്ട് നടാൻ വിഷമാണ്. കരിയിലാണ് അടിയിൽ തേച്ച് കരിയില കിട്ടും. അതുകൊണ്ടെന്ന് വെച്ചാൽ മേലെ മാത്രം കരിയില, അടിയിൽ മുകളിൽ ഇതിൻ്റെ മേലെയാണ് കരിയിലായതുകൊണ്ട് നടാൻ ഇങ്ങനെ താന്ന് കിട്ടുന്നില്ല. കരിയിലയിൽ ഇങ്ങനെ താത്ത് വെക്കണം. ഇതുപോലെ ഇനിയിപ്പോൾ 3 വെച്ചിട്ടാണ് നട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ അവിടെ നടാനുണ്ട്. അത്ര ഇതാണ് ഇനിയിപ്പോൾ നടാൻ വേണ്ടിയിട്ടാണ്. ഇത് കരിയിലതിനകത്താണ് ഈ കൊക്കുമ്പോൾ പൊരിച്ച് പറിച്ച് നടുന്നത്. കരിയില നട്ട് കഴിഞ്ഞാലെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്ത് കൊടുക്കാൻ വിഷമില്ല. വേണ്ട ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, വെയിറ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ നടുന്നത്. ഇനിയിപ്പോൾ ഉണ്ട്, ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉണ്ട്. അത് ഞാനൊന്ന് നട്ട് കാണിച്ചു തരാം. ഇതാ ഇത് വേണ്ട, ഇതേപോലെ ഇത് വേണ്ട, ഇതൊന്ന് നട്ടു. ഇതും അങ്ങനെ തന്നെ കരിയിലയിലാണ് നട്ട് വെച്ചത്. ഇനിയിപ്പോൾ കുറച്ചും കൂടി കരിയില വാരിയിട്ട് നട്ട്. ഈ കരിയിലയിൽ നട്ടാലെന്ന് വെച്ചാൽ നമുക്ക് വളം വേഗമൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഈ ഇലക്ക് നല്ല ഇതുണ്ടാവും, നല്ല നന്നാവുകയും ചെയ്യും. വെള്ളം നട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ മാത്രമേ വളം കൊടുക്കുള്ളൂ. അത് വളം ഇട്ടിട്ട് ഞാൻ നിർന്നു. ഈ ബാഗിലാകുമ്പം വളം കുറവായിരിക്കില്ലേ, അതിന് വേണ്ടി ഇത് കരിയിലിട്ട് കഴിഞ്ഞാലെന്ന് വെച്ചാൽ ആ വളം അവിടെ തന്നെ നിൽക്കും. കുറച്ച് നമുക്ക് ചകരിച്ചോറും കൂടി ഇടുമ്പോൾ അല്ലേ, ഇതും കൂടി ഞാൻ പറിച്ച് നടാൻ നോക്കട്ടെ. ഇപ്പോൾ ഇതിനകത്ത് നട്ടേ കരിയില ഇതിനകത്ത് അടിയിലിട്ടിട്ട്, പിന്നെ അതിൻ്റെ മേലെ ഇത് കൂടി ഇത് കരിയിലിട്ടിട്ട് ആദ്യം നിറച്ച് വെച്ചതാണ്. ഇതിൻ്റെ അകത്ത് നട്ടതാണ്. അതാണ് ഇപ്പം ഇതിനകത്ത് ഇരുന്നത്. കണ്ട കരിയില കരിയിൽ ഇതിനിടക്കിട്ട കരിയില അമ്മിയിട്ട് ഉണ്ടാ അതെല്ലാം അമ്മിയും നല്ല വളമായി വളമായിട്ടുണ്ടാ. അല്ല ആ കരിയില ഇതിനിടക്ക് ഇട്ടിട്ട് ഇതേപോലെ പൊടിച്ച് നട്ട് വെച്ചതാണ്. അതിങ്ങനെ അതിനാണ് ഇത് നടുന്നത്. കരിയിലിട്ടിട്ട് നിറച്ച് വെച്ചാലെന്ന് വെച്ചാൽ നല്ല വേരോട്ടമുണ്ടാവും. അന്നേരം ഇത് നല്ലോണം നന്നാവും. ഇത് അടിയിൽ ഇത് കരിയിലിട്ട് നിറച്ച് വെച്ച് നട്ടതാണ് ഇത്. അത് പിന്നെ ഞാൻ അതിൻ്റെ മേലെ അടിയിൽ ഇപ്പം നടുമ്പോൾ മാറ്റി നടുമ്പോൾ അതിൻ്റെ അടിയിലും കൂടി ഇടാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇതേപോലെ നട്ടിട്ട് ഇത് വേണ്ട, ഇതേപോലെ നട്ടിട്ട് ഇതിപ്പോൾ നട്ടിട്ടാകുമ്പോൾ ഈ തണലത്ത് വെക്കണം. തണലത്ത് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞാൽ മാത്രമേ വെയിലത്ത് കൊണ്ടുവെക്കാൻ പാടുള്ളൂ. അതാണ് ഇപ്പം ഞാൻ ഇതിൽ എടുക്കുന്നത്. ഇതിപ്പോൾ ഇടാം, ഇതെല്ലാം കൂടി ഇടാം.
അതിന് ശരിക്ക് ഇങ്ങനെ മണ്ണ് ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടല്ല, ഇതങ്ങ് പൊരിഞ്ഞ് വീണ് പോകും, ഇത് ഒടിഞ്ഞു പോകും. അതിനാണ് ഞാൻ കുറച്ച് മേലെ ചകിരിച്ചോറും വളവും കൂടി ഉള്ളത് നിറക്കുന്നു. എന്താ ഇതേപോലെ ആ മിഞ്ഞ വളമാണത്. എന്താ ഇത്രേ വെയിറ്റ് ഉള്ളൂ, ഇതില്ലേ വെയിറ്റ് ഇല്ല. മറ്റാകുമ്പോൾ അത് വെയിറ്റ് എടുത്തിട്ട് ഇപ്പം അങ്ങ് വെയിലിന് കൊണ്ടക്കടിക്ക് നമുക്ക് സാധിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. അതുകൊണ്ടില്ലേ ഇതും കൂടി നട്ടിട്ട് കാണിച്ചു തരാം. ഇതും കൂടി നടാം. ഇപ്പം 6 കൊണ്ട് നട്ടിട്ട് ഇത് നട്ടിട്ട് വേണം നമുക്ക് ഇടക്കാൻ. പിന്നെ അടിയിൽ നട്ട് ഇതിപ്പോൾ ഞാൻ ആദ്യം ഈ തൈ നടുമ്പോൾ ആദ്യം നല്ലോണം അടിയിൽ കരിയിലിട്ട് അതിൻ്റെ മേലെ വിലയിട്ട് അങ്ങനെ ഇട്ടിട്ട് നിറച്ചിട്ടാണ് ഇപ്പം നട്ട് തന്നത്. ഇപ്പം അത്രയായിരുന്നു. ഇനിയിപ്പം ഇതിനകത്ത് അതേപോലെ ഇതിനകത്ത് അടിയിൽ മാത്രം ഇട്ടാൽ മതി. ഇതിൻ്റെ മേലത്തേനെല്ലാം നല്ല കരിയിലുള്ള അതിൻ്റെ കറുപ്പ് വേണ്ട. ഞാൻ കരിയിൽ ആദ്യം ഇട്ട് കാണിച്ചു. ഇത് ആദ്യം കരിയിലായത്. അതുകൊണ്ട് അടിയിൽ കുറച്ചേ വേണ്ടു. ഇത് അതമിഞ്ഞ് നല്ല ശരിക്കും നല്ല വളമായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ കുറച്ചതിൻ്റെ മേലെ ഇടുന്നതെന്ന് വെച്ചാൽ നടാൻ ഒരു ഇത് വേണ്ടിയിട്ടാണ്. ആദ്യം ഇട്ട കരിയിലെല്ലാം തേച്ച് ഒന്നി നല്ല വളമായിട്ട് വന്നു. ഇനിയിപ്പോൾ എന്നാൽ കരി വേഗം ഉഷാറായിക്കോളും. ല്ലേ ഇനിയിപ്പം കുറച്ച് അതിൻ്റെ കരിയില കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ഇതിനകത്ത് പ്രോട്ടീൻ മിക്സ് കൂടി ആക്കി വെച്ചതുണ്ട്. അത് അതിൻ്റെ മേലെ കൂടി കുറച്ച് ഇടുകയും ചെയ്യാം. വേണ്ടില്ലേ ഇപ്പോൾ പ്രോട്ടീൻ മിക്സിലൊക്കെ കൂടി കുറച്ച് ഇതിലിട്ട് വെക്കട്ടെ. ഇനിയിപ്പം നമുക്കിതിപ്പോൾ തൈ നട്ടിട്ട് ശരിക്കും ഉറപ്പിച്ച് കുറച്ച് താഴത്തിൽ നടണം. തൈ പിന്നെ അല്ലെങ്കിൽ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഒടിഞ്ഞ് വീണ് പോകും. ഒടിയാൻ പാടില്ല. ഒടിയാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തൈ. ഇല്ലേ നല്ലപോലെ സാധിച്ച് അവിടെ ഉറപ്പിച്ച് വെക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങൾ ഒടിഞ്ഞ് വീണ് പോയാൽ പിന്നെ നന്നാവില്ല. അതിലിപ്പം 3 തൈയാണ് ഉള്ളത്. 3 തൈയുടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു തൈ ഇതിൽ 3 നട്ടേക്കാം. എന്താ ഇത് 3 നട്ടതാണ്. ഇത് 2 ഉള്ളൂ. ഇതിൽ 2 ഉള്ളൂ. ഇത് കുറച്ച് താഴത്തിൽ കാണണം. അതിലടിയിലെ കരിയില ആയില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ നട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇത് 2 ദിവസം തണലിലെടുത്ത് വെക്കുക. തണലിലെടുത്ത് വെച്ചിട്ട് വെള്ളം നനച്ച് തണലിൽ വെച്ചിട്ടാകുമ്പോൾ ഇത് കുറച്ചാൽ മാത്രമേ നമ്മൾ വെയിലത്ത് ഇട്ട് കൊണ്ടുവെക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഇത് ഉണങ്ങിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നടുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നട്ടിട്ട് ഇതിനകത്ത് തന്നെ വെക്കുന്നു. രാവിലെ ഇതിനെടുത്ത് വെയിലിന് എടുത്ത് മീല വെക്കാം. അപ്പോൾ തൽക്കാലം ഇതിങ്ങനെ മതി. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുമല്ലോ. ഇതെന്ന് വെച്ചാൽ നമ്മൾ കുക്കുമ്പർ പറിച്ചിട്ട് തൈ വെച്ചിട്ട് പറിച്ചിട്ട് ബാഗിൻ്റെ അകത്ത് കരിയിലയിൽ നടുന്ന ഇതാണ് ഞാനിപ്പോൾ കാണിച്ചത്. കരിയില ഇതാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇത് നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഇതേപോലെ ചെയ്ത് നട്ട് നോക്ക്. അടിയിൽ ആദ്യം തൈ കുറച്ച് 5-6 അങ്ങനെ ഒന്നിച്ച് ഇട്ടിട്ടാണ് പാവിയത്. അതെന്ന് വെച്ചാൽ പൊരിച്ചിട്ട് വേറെ നടാൻ ഒന്നിച്ചാകുമ്പോൾ നടാൻ വെച്ചിട്ട് അതിപ്പം അതിനകത്ത് ആദ്യം കരിയിലിട്ടിട്ട് കരിയിലയിലാണ് നട്ടിനത്. ആ തൈ അങ്ങ് വളർന്നു വലുതായി വേഗം അതിപ്പോൾ പറിച്ചിട്ടിപ്പം മാറ്റി നടുകയാണ്. ആ മാറ്റി നട്ടതിപ്പം
ഇതേപോലെ അടിയിൽ കുറച്ച് കരിയിലിട്ട് ആ കരിയിലേൻ്റെ വളം ഇതിനിടയ്ക്ക് ഇട്ട കരിയില അമിഞ്ഞ ആ വളവും പൊട്ടിയും മിശ്രിതം കൂടി ഉള്ളതാണ്. അതാണ് ഇപ്പം നട്ടിട്ടുള്ളത്. ഇതേപോലെ നട്ടിട്ടാകുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ 2 ദിവസം തണലത്ത് വെച്ചിട്ട് ആ തണലത്ത് വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിനെ നമ്മൾ പിന്നെ വെയിലത്തെടുത്ത് കൊണ്ട് അതിൻ്റെ വെയിൽ ഉണക്കം നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മളിപ്പോൾ എടുത്ത് വെയിലെടുത്ത് കൊണ്ടൊക്കെയുണ്ട്. അതാണിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന കുക്കുംബർ നടുന്ന രീതിയാണ്. നടുന്നതല്ല, പറിച്ച് നടുന്ന രീതി. നട്ടിട്ട് അത് പറിച്ച് നട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ഇടുക. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. ഇത് നല്ല രീതിയാണ്. പിന്നെ ഈ വാഴത്തടയിലും നമുക്ക് നടാൻ പറ്റും. വാഴത്തട ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ട്. അത് നാളെ വേറെ എന്തെങ്കിലും നട്ടിട്ട് കാണിച്ചു തരാം. ഇപ്പം ഇത് ഇത്രയേ ഉള്ളൂ. എന്നാൽ പിന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞാൻ നിങ്ങളെ എല്ലാവരും പിന്നെ ഇതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് എനിക്കറിയാം. എന്നാലും നിങ്ങളോട് ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സഹകരണവും എനിക്ക് വേണം. എന്നാലും മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സർവ്വതും ചെയ്യുന്നുണ്ട് എനിക്കറിയാം. എന്നാലും എനിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായം എന്നും കൂടിയേ തീരൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പിന്നെ സഹകരിക്കണം. എല്ലാവരും എനിക്ക് പിന്നെ കമൻ്റ് ഇടും, വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ നിൽക്കണം. എല്ലാവരും കാണണം വീഡിയോ കണ്ടിട്ട് മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണണം. അതുകൊണ്ട് ഞാൻ ലൈവ് എപ്പോൾ 9 മണിക്ക് ലൈവ് ഇടുന്നുണ്ട്. അതിനും എല്ലാവരും വരണം, എല്ലാവരും കാണണം. അതാണ് ഇപ്പോൾ ഇവിടെ പറയാനുള്ളത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.